നല്ല അടിപൊളി സ്വീകരണം കഴിഞ്ഞിട്ട് അവരോട് വന്ന് നിൽക്കുകയാണ്. അവരോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയായിരുന്നു സ്വീകരണം? അടിപൊളിയായിരുന്നു. ഇത്ര എക്സ്പെക്ട് ചെയ്തായിരുന്നു? ഇല്ലല്ല, ആൾക്കാരുടെ ഇടയ്ക്കൊക്കെ ഞെരുങ്ങി കൂടിയ ഒരു അവസ്ഥയിലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ല, ഇറങ്ങിപ്പോയി. നിങ്ങൾ സ്റ്റേറ്റിൽ എത്രാമത്തെ പ്രാവശ്യം? മൂന്നാമത്തെ പ്രാവശ്യം. കഥകളി ഗ്രൂപ്പ്. എല്ലാം പ്രാക്ടീസ് സെറ്റൊക്കെ ആയി. നാളെയാണ് പരിപാടി. ഏത് സ്റ്റേജിലാണ്? കോട്ടൺ ഹിൽ സ്കൂൾ. ഓൾ സെറ്റാണ്. അവസാനഘട്ട പരിശീലനം എല്ലാം നടത്തിട്ട് എല്ലാം സെറ്റായി. എല്ലാം കളിച്ചാൽ മതി. ഉറപ്പ്. കണ്ണൂർ സ്കൂൾ തന്നെയാണ് ഇപ്രാവശ്യം ഇറക്കാൻ. അത് നമ്മളെടുത്തിട്ട് പോകും. പിന്നെ എല്ലാം സജ്ജമായി. കോഴിക്കോട് ടീം എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. ഞങ്ങൾ ഇംഗ്ലീഷ് സ്കിറ്റ്. ഓൾ സെറ്റായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഫുൾ സെറ്റാണ്. കപ്പുണ്ടോ? തീർച്ചയായിട്ടും ഇപ്രാവശ്യം തിരുവനന്തപുരത്തല്ലേ? അപ്പൊ തിരുവനന്തപുരംകാർ കപ്പുണ്ട് പോയാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കപ്പ് നേടിയിട്ടുള്ളത് കോഴിക്കോട് ജില്ല തന്നെയാണ്. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം കോഴിക്കോട് ജില്ലയ്ക്ക് തന്നെയാണ് കപ്പ്. വിട്ടുകൊടുക്കില്ല. തീർച്ചയായിട്ടും വിട്ടുകൊടുക്കില്ല. യെസ്. സ്വീകരണം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കൊന്ന് ഞെരുങ്ങിലൊക്കെ പെട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, എന്നാലും നല്ല സ്വീകരണമായിരുന്നു. എക്സ്പെക്ട് ചെയ്തു ഇത്രയും? ഇത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്തില്ല. ഇല്ലല്ല, നമ്മുടെ തലസ്ഥാനം പൊളിയല്ലേ? അടിപൊളിയാണ്. നിങ്ങൾ ബാക്കി പൊളിക്കല്ലേ? പിന്നല്ല, എന്നൊരു ഉഷാറായിക്കട്ടെ. കപ്പ് കോഴിക്കോട് തന്നെ ഉറപ്പാണ്. ഓൾ ദി ബെസ്റ്റ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.